നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ പുനരാരംഭിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് മാധ്യമങ്ങൾ നിറഞ്ഞെടുക്കുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 200-ലധികം ഗസ നിവാസികൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത. പക്ഷേ അതിനേക്കാളേറെ ദുഃഖിതമാക്കുന്ന ചില കമൻറ്റുകളും ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് താഴെ ഞാൻ കാണുന്നതിനിടയായി. കാരണം ആ വംശഹത്യയൊക്കെ പച്ചയായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കമൻറ്റുകൾ അത് വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ്. നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അത്തരം കമൻറ്റുകളുടെ ഒരവസ്ഥ. അവരോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സ്വതന്ത്രം എന്നത് പൊരുതി നേടാനുള്ളതാണ്. ഭാരതത്തിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ഓരം ചേർന്ന് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയവർക്കും ഷൂ നക്കിയവർക്കുമൊന്നും അതിൻ്റെ ഒരു അന്തസത്തത മനസ്സിലാകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾ നടത്തുന്നത് അവരുടെ ധീരോദാത്തമായ സ്വതന്ത്ര സമര പോരാട്ടമാണ്. അത് അവസാനം കാണുന്നത് വരെ, അത് പരിസമാപ്തിയിലെത്തുന്നത് വരെ, അഥവാ ആ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നത് വരെ അവർ തുടരുക തന്നെ ചെയ്യും. ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത്രമേൽ ക്രൂരത ഇസ്രായേൽ നടത്തിയിട്ടും എന്നിട്ടും എന്തേ ഗാസ ഒരു കീഴടങ്ങലിന് തയ്യാറാകാത്തത്, അല്ലെങ്കിൽ ഫലസ്തീൻ ഒരു കീഴടങ്ങലിന് തയ്യാറാകാത്തത് എന്നാണ്. കാരണം അവർ ജീവനേക്കാളേറെ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, സ്വന്തം രാജ്യം സ്വതന്ത്രമാകണമെന്ന് മോഹിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ലോകത്തിന് അവർ നൽകുന്ന മറുപടി. എന്തായാലും ഇത്തരം കമൻറ്റുകൾ അത് വല്ലാതെ വിഷമമുണ്ടാക്കുന്നത് ആണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്ന്, ടൈംസ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചില റിപ്പോർട്ടുകളാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മൂന്നാമത്തെ പ്രാവശ്യം ഹൂതികൾ ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ വിഖ്യാത കപ്പലിനു നേരെ ആക്രമണം നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കാണാം. നിങ്ങൾക്കത് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. പക്ഷേ ചില കോപ്പിറൈറ്റ് റൂളുകൾ വരും എന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥിരമായിട്ടുള്ള ഭീഷണിയാണ്. യമനിലെ ഹൂതികൾ നടത്തുന്ന യാതൊരു ആക്രമണത്തിനും ഇറാനായിരിക്കും ഉത്തരവാദി എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ദ ട്രൂത്ത് പേജിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിലാണ് ഇങ്ങനെ ഒരു ഭീഷണി കാണുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണമായി, അതായത് അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങളെയോ കപ്പലുകളെയോ ആക്രമിച്ചാൽ അത് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആക്രമണമായി കണ്ട് ഇറാനു നേരെയുള്ള സൈനിക നടപടി ഉണ്ടാകും എന്ന് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റൊന്ന്, ലെബനനിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നാണ്. കാരണം ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ, അതിൻ്റെയും ലംഘനം ഉണ്ടാകുന്നു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലും ലക്ഷ്യമാക്കി ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, ഷിൻബത്ത് മേധാവി പുറത്താക്കുവാൻ വേണ്ടിയുള്ള ഉദ്യമം അത് ബെഞ്ചമിൻ നെതന്യാഹു തുടരുന്നതാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഷിൻബത്ത് മേധാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹു നിയമരഹിതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഗസയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഇനി തുടർന്നുവാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തുവിടും എന്ന ഷിൻബത്ത് മേധാവി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഷിൻബത്ത് മേധാവിയെ പുറത്താക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ ഷിൻബത്ത് മേധാവിയെ പുറത്താക്കുന്നതിനെതിരെ ഇസ്രായേലിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും ഇസ്രായേൽ കൂടുതൽ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതൊരു പ്രാധാന്യം തന്നെയാണ്. പക്ഷേ ഈ അവസരത്തിലും ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഇറാന്റെ ഒരു നശീകരണമാണ്. കാരണം ഇറാൻ ഏകദേശം ആണവ സമ്പുഷ്ടീകരണ രാജ്യമായി എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ഒക്കെ വിലയിരുത്തൽ ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. കാരണം ആ മേഖലയിൽ ഇറാൻ ഇത്രത്തോളം ശക്തമാകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കും എന്ന ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കിയാണ് സംഗതികളൊക്കെ നീങ്ങുന്നത്. ഈ ഹൂതികളുടെ ലക്ഷ്യം വെക്കുന്നതും അത് അവസാനം ഇറാനിൽ ചെന്നെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് ഒരുപക്ഷെ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുകയും ഇറാനെ തിരിച്ചാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യുക എന്ന
ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഗസ ആക്രമണത്തിന് ട്രംപിന്റെ പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണെന്ന് കരോലിൻ ഹിറ്റിച്ച് എന്ന് പറയുന്ന വൈറ്റ് ഹൗസിന്റെ വക്താവ് അവരുടെ പ്രസ്താവനയിൽ ഇന്നലെ വ്യക്തമാക്കുന്ന ഒരു സംഭവ വിഗതികൾ കൂടി ഉണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് വലിച്ചിടുവാനുള്ള ഒരു ഗൂഢതന്ത്രം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയും അവരുടെ ആണവായുധങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വപ്നം കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും അവരെ ഭയചകിതരാക്കുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഏകദേശം പ്രത്യക്ഷമായ തന്നെ പ്രസ്താവന ഇറാൻ അനുകൂലമായി ഉണ്ടായിരുന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. നമ്മളെ ഏറ്റവും ഘട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളുണ്ടായത് UN മാനുഷികാര്യ വിഭാഗത്തിൻ്റെ തലവൻ ടോം ഫ്ലച്ചറുടെയാണ്. അദ്ദേഹം ഗസ സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളൊക്കെ വളരെ മെലിഞ്ഞു കാണുകയും അവിടുത്തെ പട്ടികളൊക്കെ നായ്ക്കളൊക്കെ വല്ലാതെ തടിച്ചു കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗസയിലെ സഹായി തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം അവിടെ അദ്ദേഹം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഈ നായ്ക്കളൊക്കെ ഈ കെട്ടിടങ്ങൾക്ക് അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ മൃതശരീരങ്ങൾ ഭക്ഷിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ മൃതശരീരങ്ങളൊക്കെ ഭക്ഷിച്ചാണ് നായ്ക്കൾ ഇത്രയും തടിച്ചു കൊഴുത്തിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണം കിട്ടാതെ ആഹാരം കിട്ടാതെ മെലിഞ്ഞ് ഉണങ്ങി ഒട്ടിയ വയറുമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് കണ്ടത്. ടോം ഫ്ലച്ചർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിവരിക്കുന്നുണ്ട്. അത് വളരെ വേദനാജനകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. കാരണം ഇസ്രായേൽ ആഹാരമോ അതുപോലെ കുടിവെള്ളമോ ഒന്നും ഗസയിലോട്ട് കടത്തിവിടുന്നില്ല. ഇന്നലെ മുതൽ വൈദ്യുതിയുമില്ല. അവിടുത്തെ ആളുകളൊക്കെ ഈ മെലിഞ്ഞ് എല്ലും തോലുമായി കാണപ്പെടുമ്പോൾ അവിടുത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട കെട്ടിടങ്ങൾക്കുള്ളിൽ മൃതശരീരങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ മൃതശരീരങ്ങൾ കഴിച്ച് അവിടുത്തെ നായ്ക്കൾ തടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ വേദനാജനകമായി തന്നെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇതിനിടയിലും ഈ പച്ചയായ ഇസ്രായേൽ പ്രകീർത്തനവും കൊല്ലൂ കൊല്ലൂ എന്നുള്ള വിളികളും ഒക്കെ നമ്മുടെ മലയാളികളും കമൻ്റ് ചെയ്യുന്നു എന്നറിയുമ്പോൾ വല്ലാതെ വിഷമമുണ്ട്. കാരണം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് ഏകപക്ഷീയമായ വംശീയ ഉന്മൂലീകരണമാണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പായെ പോലെയുള്ള ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതരായ വ്യക്തികളാണ്. മാത്രമല്ല ഇസ്രായേൽ മിക്കപ്പോഴും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ എന്തിനാണ് ഫലസ്തീനിൽ ഇസ്രായേൽ പട്ടാളം എന്ന ചോദ്യം പോലും മിക്കപ്പോഴും വിവിധ തലങ്ങളിൽ നിന്ന് മാനുഷിക പ്രവർത്തകർ ഉന്നയിച്ചതാണ്, മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിച്ചതാണ്. എന്നിട്ടും ഈ ഏകപക്ഷീയമായ ഇസ്രായേൽ പ്രകീർത്തനമായി പോകുന്ന കേരളത്തിലെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അത് വെറും വംശീയ വെറിയുടെ ഫലം മാത്രമാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.